ബിരിയാണി അല്ല ഗൈസ്, കേക്കാണ് ഗൈസ്. അതിനും അടി ഉണ്ടാക്കി പോയിരിക്കുകയാണ് ഗൈസ്. ക്യാമറയിലൊക്കെ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് മറിയാമ്മയുടെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഇവിടെ ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. സൈനുമാണ് മൊത്തം അലമ്പാക്കിയിട്ടേക്കണേ. സോ നമുക്കിനി ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം. റെബിറ്റ് ഇതേ പരിപാടി തുടങ്ങി. കൊച്ചിന്റെ ഐറ്റമൊക്കെ റെബിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, മുടിയില് മണ്ണ് ചാടാണ്ടിരിക്കാൻ. ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യണം ഗൈസ്. നമ്മൾ വീട്ടിൽ തന്നെയാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ കൊച്ചിന്റെ പേരില് വെറുതെ റൂമിൽ കിടക്കാണ് ഗൈസ്. ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നു, സൈനു ഇവിടെ കിടന്നുറങ്ങുന്നു. ബർത്ത്ഡേ ഏത് കൊച്ചിന്റെയാ? എന്റെ കൊച്ചിന്റെയാ ഗൈസ്. നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സൈനു വെറും മടിച്ച്, സൈനു ഒന്നും ചെയ്യുന്നില്ല, കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കൊച്ചിനുള്ള പേരില് ഞാനും സൈമണും റെബിറ്റി ഇവിടെ ഭയങ്കര പണിയാണ് ഗൈസ്. പണി കാണിച്ചു തരാവേ. പണിയെടുക്കില്ല എന്ന് പറയാനും ഞാൻ പണിയെടുക്കുന്നത് കണ്ടോ, വിത്ത് മൈ ചൈൽഡ്. ഇങ്ങനെയാണ് നമ്മള് 1 വയസ്സുള്ള കുട്ടിനെ വെച്ച് പണിയെടുക്കുക. ഗൈസ്, മറിയാമ്മയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പായസം. ഇവിടെ ഫുൾ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. പായസം മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. കേക്ക് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യും അല്ലെ സൈനു? പുറത്തുനിന്ന് ഓർഡർ ചെയ്യും. 2 കിലോയുടെ വലിയ കേക്കാണ് ഗൈസ്. ഇത് നമ്മൾ തിന്നു മരിക്കും. എന്താണ് പറയാ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ സെലക്ഷൻ സൈനു? ഇഷ്ടമായോ കളർ? സൈമ, നിന്റെ ആദ്യത്തെ ബർത്ത്ഡേയുടെ ആദ്യത്തെ ഗിഫ്റ്റ് ഞാനാണ് കേട്ടോ തന്നെ. ഈ വ്ലോഗ് എടുത്ത് കാണണേ. ഇതാണ് നമ്മുടെ ഡെക്കറേഷൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ. ഇവിടെയാണ് ഇന്നത്തെ ഫംഗ്ഷൻ നടക്കുന്നത്. ചെറിയൊരു ഫംഗ്ഷൻ ആണ്, ഒരു ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് മാത്രമുള്ള ഒരു ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ. സോ ഇത്രയും ചെറിയൊരു ഏരിയയിലാണ് നടത്തുന്നത്. അതായത് നമ്മുടെ കസാര ഐറ്റംസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഇവിടെ അലങ്കാരപ്പണികളാണ്, നമുക്കത് ചെയ്യാം. വേസ്റ്റ് ഐറ്റംസ് ആണ് ഗൈസ്. റെനി കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പുതുവൈപ്പിലെ ആസ്ഥാന ആക്രി കേന്ദ്രമാണ് ഗൈസ്. ഇവിടെ എല്ലാ വക കുടുംബത്തിന്റെ ആക്രി കേന്ദ്രം. ഇവിടെ എല്ലാ വക ഐറ്റംസും കിട്ടും. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, കുറച്ച് കപ്പിൾ ഗേൾസ് കാണാം ഇനി. പക്ഷെ എന്നെ പകുതി ആൾക്കാരെ ഫോട്ടോ ഇല്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കൾ, അതിലും കുറെ അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രം ചേർന്ന ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് ഇന്നോട് നടക്കുന്നത്.
രായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയാക്കി. ആ ഉള്ളില് കേക്കുണ്ട്. കേക്ക് 2-3 ഇസ്ക. ഏതാ കേക്ക്? റെനി ബിസിയാണ് ഗായ്സ്. റെനിയാണ് കേക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടുത്തെ എല്ലാ പരിപാടിയും റെനി ഏറ്റെടുത്തു. വിരുക്കുട്ടൻ ഇവിടെ സ്ഥലം ഓർപ്പിച്ച. എങ്ങനെയുണ്ട് കേക്ക്? അടിപൊളി. എത്രാമത്തെ കേക്കാടി? 2. മറ്റേത് പറഞ്ഞ റെഡ് പറഞ്ഞ ഇത് പറഞ്ഞ ഒട്ടെടുക്കാൻ വന്ന എങ്ങനെയുണ്ടായി പരിപാടി? കേക്ക് ഇഷ്ടായോ? പിന്നെ 4-5 കേക്ക് വെട്ടി കേട്ടിട്ട് നാണം. എല്ലാരും വ്ളോഗിങ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പുറത്തൊരു ചേട്ടൻ വ്ളോഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട്. ഇന്ന് എൻ്റെ മോളുടെ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വന്നത് അവളെ ജനിച്ച് അവള് എൻ്റെ കയ്യിൽ എൻ്റെ നെഞ്ചത്താണ് എനിക്ക് കിട്ടുന്നത്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അവളൊരു 2:44 ജനിക്കുന്നത്. അത് മെയ് 5 2:44 ഉച്ച സമയത്താണ് ജനിക്കുന്നത്. പിന്നെ ഞാനായാലും നിഖിലായാലും 1 വർഷം എന്ന് പറയണത് ഷടേന്ന് പറഞ്ഞു പോയി. ഞങ്ങൾക്കൊന്ന് കൊഞ്ചിക്കാനോ സ്നേഹിക്കാനോ എന്താന്ന് അവളെ ടൈം കിട്ടാത്ത പോലെ, കൊതി ചെയ്യാത്ത പോലെ ഉണ്ട് അവളെ കളിക്കാനും കളിപ്പിക്കാനും ചിരിപ്പിക്കാനും കുളിപ്പിക്കാനും. മറിയാമ്മക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവൾ ഇത്ര കൂടി വലുതാവുമ്പോൾ ഈ വീഡിയോസ് ഒന്ന് കാണുമ്പോൾ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞങ്ങൾ സ്പെഷ്യലായിട്ട്. ഇപ്പം ഞാൻ ഒരു കേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഒരു ഡ്രസ്സ് ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അതിൻ്റെ ഇടയിൽ കുറച്ച് എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവള് എന്താ കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷമാണോ അല്ലേ? സത്യം പറഞ്ഞെങ്കിൽ ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ഇനി ഒരു ടൈം പീരീഡ് കിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. അപ്പോൾ